തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അതീവ ദുഷ്കരമായി തുടരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശികളായ ഫ്രീമോൻ, ഷിജിൻ എന്നിവരെയാണ് കടലിൽ കാണാതായത്. പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും കടലാക്രമണവും തുടരുന്നതിനാൽ തെരച്ചിൽ ഭാഗികമായി മാത്രമാണ് മുന്നോട്ടു പോകുന്നത്. അഴിമുഖത്ത് ശക്തമായ ഒഴുക്കും വലിയ തിരമാലകളുമുള്ളതിനാൽ രക്ഷാപ്രവർത്തകർക്ക് അഴിമുഖ മുനമ്പ് കടന്ന് കടലിലേക്കിറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവർ കൂടാതെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് സംയുക്തമായാണ് തിരച്ചിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8:45ഓടെയാണ് അപകടം സംഭവിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരുന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് ചരിയവേ വള്ളത്തിൽ നിന്ന് 2 പേർ കടലിലേക്ക് വീഴുകയായിരുന്നു. 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അപകടം നടന്ന് 12 മണിക്കൂർ പിന്നിട്ടിട്ടും അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. വിഴിഞ്ഞത്ത് നിന്നും കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക കപ്പൽ കൂടി തിരച്ചിലിനായി എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കാണാതായവരുടെ ബന്ധുക്കളും നാട്ടുകാരും അഞ്ചുതെങ്ങ് മുതലപ്പുഴ തീരദേശ പാത ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഒരു 5 മണിയായിട്ട് 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. 8:30 മണിക്ക് എന്റെ സഹോദരൻ ജോസിന്റെ അവിടെ സംഭവിച്ചതാണ്. 4 വ്യക്തികള് 8:30 മണിക്ക് സംഭവിച്ചു. ആ നേരം തൊട്ട് ഞങ്ങൾ 3 മണി വരെ ഇവിടെ ഉണ്ട്. വെളുപ്പാകാലം 3 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഒരു ചാനലാറാവട്ടെ, കോസ്റ്റൽ പോലീസ് ആവട്ടെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് അവരൊന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകരണം കൊടുക്കാൻ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഇവര് ഈ ഹോസ്റ്റൽ പോലീസ് ഇവിടെ എന്തിനാണ് ഉള്ളത്? എന്നിട്ട് അവർ ചോദിക്കുന്ന സംസാരമാണ് ഈ 2 വ്യക്തിക്ക് കൂടെ ചാടിക്കൂടെ? അപ്പൊ 4 ജീവനെ ഞങ്ങൾ ബലി കൊടുക്കണോ? ഞങ്ങൾ 4 ജീവനെ ബലി കൊടുക്കണോ? ഞങ്ങൾ 2 ബലി കൊടുത്തു. ഇനി 2 കൂടെ ബലി കൊടുക്കണോ? അവങ്ങളുടെ വെള്ളം ആയതാണ്. ആ നേരം തൊട്ട് ഒരു ചാനലാരില്ല. ഈ ഹോസ്റ്റൽ പോലീസ് ഞങ്ങൾ 3 മണിക്ക് നിൽക്കുന്നതാണ്. ഈ ഹോസ്റ്റൽ പോലീസ് അവിടെ ഇവിടെ അപ്പുറം കടക്കുന്നില്ല. അപ്പൊ അന്നേരം മനസ്സിലായി നിങ്ങൾ ഇവിടെ എന്തിനായിട്ടാണ് നടക്കുന്നത്? കാറ്റുണ്ടെന്ന് പറഞ്ഞ് ഇവർക്കൊരു തീരുമാനം അനൗൺസ്മെന്റ് ചെയ്യാമായിരുന്നു. അനൗൺസ്മെന്റ് ഇവർക്ക് ചെയ്യാമായിരുന്നു. അതും ചെയ്തില്ല ഇവര്. എത്ര പേർക്ക് വാട്സപ്പ് കാര്യങ്ങൾ എത്ര പേർക്കുണ്ട്? പഠിക്കാത്തവരുണ്ട്. പഠിക്കാത്തവരൊക്കെ വാട്സപ്പ് നോക്കുന്നതാണ് അവരുടെ ശീലം. ഇല്ല, ആര് മത്സ്യത്തൊഴിലാളി ഈ കടലുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു ചെറിയൊരു വികസനം കൊടുത്തപ്പോ ഇവിടെ അടക്കം പിടിച്ച് ഇനി ഇപ്പൊ 2 ജീവൻ ബലി കൊടുത്തു. ഇനി ഒരു അമ്മ മറ്റേ മക്കളും ഈ ഹാർബറിനകത്ത് ബലി കൊടുക്കാൻ പാടില്ല. അതിനുള്ള തീരുമാനം എടുത്തേ പറ്റുള്ളൂ. എടുത്തല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് മാറൂല. തുടർന്ന് ഇവർ സ്വയം സമരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.